ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ തീർത്ഥയാത്ര ചെയ്യുന്ന പാണ്ഡവന്മാരുടെ കഥയാണ് നമ്മൾ പഠിച്ചു വന്നത്. ഗന്ധമാദന പർവ്വതത്തിൽ നിന്നും അർജുനനെ ദീർഘകാലം കാത്തിരുന്ന് അതിനിടയിൽ നിരവധി തീർത്ഥയാത്രകളും നിരവധി പുണ്യകഥകൾ ശ്രവണം ചെയ്തും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പാണ്ഡവന്മാർക്ക് ധൗമ്യ മഹർഷി കാലത്തിൻ്റെ സ്വഭാവം, സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളുടെ ഗതിവിഗതികളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. രാപ്പകൽ ധാരാളം കഴിഞ്ഞുപോയി എന്ന് പറയുമ്പോൾ ഇവർ അത്രയും വളരെ ഉത്കണ്ഠയോട് കൂടിയിട്ട് അർജുനനെ കാത്തിരുന്നു. ശിവനെ തപസ് ചെയ്യാനും ദിവ്യാസ്ത്രങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ദേവലോകത്തിലും ചെന്ന ആ പ്രാർത്ഥനയെ അവർ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് ഒടുവിൽ ഒരു തപസ് പോലെ, ഒരു ധ്യാനം പോലെ ആയിത്തീർന്നു. മഹാഭാരതത്തിലെ ഉടനീളം നമ്മൾ കാണുന്നത് അർജുനന് ഒരു ദിവ്യ പരിവേഷം, ശ്രീകൃഷ്ണനോടൊപ്പം നിൽക്കാവുന്ന ഒരു ദിവ്യ കഥാപാത്രമായിട്ടാണ്. അങ്ങനെയുള്ള ഒരു ദിവ്യ പുരുഷനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശിവനെ തപസ് ചെയ്ത് സന്തോഷിപ്പിക്കാനും ദേവലോകത്ത് ഉടലോടുകൂടി ചെല്ലാനും സാധിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ 4 പാണ്ഡവരും ദ്രൗപദിയും ഒരു തരത്തിലുള്ള അർജുന ധ്യാനത്തിൽ എത്തിച്ചേരുകയാണ്. ഇഹൈവ ഹർഷോസ്തു സമാഗതാനാം ക്ഷിപ്രം കഥാസ്ത്രേണ ധനഞ്ജയേന ഇതിബ്രുവന്ത പരമാശിഷസ്തേ പാർത്ഥാസ്തപോ യോഗപരാ ബഭൂവോ എന്ന് പറയുന്നു. ഈ പാണ്ഡവന്മാര് തപോയോഗപരാഹ, തപസ്സിലും യോഗസാധനയിലും അവർ മുഴുകി അർജുനന് വേണ്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ 5 വർഷം പിന്നിട്ടപ്പോൾ ആ ജിഷ്ണു പാർത്ഥൻ ഇന്ദ്രപുരിയിൽ നിന്നും ദേവന്മാരിൽ നിന്നും ദിവ്യാസ്ത്രങ്ങൾ നേടി തിരിച്ചു വരാനുള്ള പുറപ്പാടിലാണ്. ആഗ്നേയം, വാരുണം, സൗമ്യം, വായവ്യം, വൈഷ്ണവം, ഐന്ദ്രം, പാശുപതം, അതുപോലെ ബ്രാഹ്മം, പാരമേഷ്ഠ്യം മുതലായ ദിവ്യാസ്ത്രങ്ങൾ നേടി യമൻ, ധാതാവ്, തൊഷ്ടാവ്, സവിതാവ്, വൈശ്രവണൻ മുതലായ ദേവന്മാരിൽ നിന്നുമുള്ള അസ്ത്രങ്ങൾ, ആ അസ്ത്രങ്ങൾ പൂർണ്ണമായിട്ടും അർജുനനിലേക്ക് സന്നിവേശിച്ചു. അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആ അസ്ത്രങ്ങൾ അതാത് ദേവതമാരുടെ സാന്നിധ്യത്തോടു കൂടിയിട്ട് അർജുനന് നേടാൻ സാധിച്ചു എന്നുള്ളതാണ് അർജുനന്റെ ഒരു സവിശേഷത. അങ്ങനെ അദ്ദേഹം ലോകത്തിൽ അജയ്യനായിട്ട് മാറുകയാണ്. അവിടുന്ന് ഇന്ദ്രനെ നമസ്കരിച്ച് അദ്ദേഹം തിരിച്ച് മടക്കയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു. ഗന്ധമാദനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വരികയാണ്. ഇന്ദ്രന്റെ സാരഥിയായ മാതലി തന്നെയാണ് തേര് തെളിച്ചുകൊണ്ട് വരുന്നത്. ആകാശത്തിൽ ആദ്യം ഒരു ദിവ്യപ്രകാശം കണ്ടു. ഒരു മഹോൽക്ക പോലെ മേഘപാളികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ദിവ്യരഥം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പാണ്ഡവന്മാർ വളരെ കൗതുകത്തോടുകൂടി അത് നോക്കി നിന്നു. അങ്ങനെ ആകാശമാർഗത്തിൽ വരുന്ന അർജുനനെ സൃഗ്വീ നവാന്യാഭരണാനി ബിഭ്രത് ധനഞ്ജയോ വജ്രധര പ്രഭാവ, ദിവ്യമായ മാലയണിഞ്ഞിട്ടും ഇന്ദ്രൻ നൽകിയ നവ്യങ്ങളായ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടും ശോഭിക്കുന്ന ആ ഇന്ദ്രസമാനനായ അർജുനനെ അവർ കണ്ടു എന്നാണ് പറയുന്നത്. താഴോട്ട് ഇറങ്ങി വന്ന ഉടനെ അദ്ദേഹം തൻ്റെ പുരോഹിതനായ ധൗമ്യൻ്റെ കാലിൽ നമസ്കരിച്ചു. പിന്നീട് യുധിഷ്ഠിരൻ്റെ പാദത്തിൽ, പിന്നീട് ഭീമന്റെ പാദത്തിൽ, അങ്ങനെ അതിൻ്റെ ഒരു ഹൈറാർക്കി അനുസരിച്ചിട്ടാണ് അദ്ദേഹം നമസ്കരിക്കുന്നത്. തന്നെ ഇളയവരായ നകുല സഹദേവന്മാരെ പുണർന്നു, അവരെ അനുഗ്രഹിച്ചു. പാഞ്ചാലിയെ ചെന്ന് സാന്ത്വനിപ്പിച്ചു. പിന്നീട് എല്ലാവരും ചേർന്ന് ഇന്ദ്രസൂതനായ മാതലിയെ പൂജ ചെയ്തു, പ്രദക്ഷിണം ചെയ്തു. ഇന്ദ്രരഥത്തെയും അവർ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. മാതലി അവരെ സ്നേഹത്തോടു കൂടി അനുഗ്രഹിച്ച് ആകാശമാർഗത്തിലേക്ക് ഉയർന്നു പൊങ്ങി അപ്രത്യക്ഷമാവുകയും ചെയ്തു. തുടർന്ന് അർജുനൻ ശക്രൻ തനിക്ക് നൽകിയതായ ദിവ്യ ആഭരണങ്ങൾ ദ്രൗപദിക്ക് സമ്മാനമായിട്ട് നൽകുകയാണ്. പിന്നീട് ഇന്ദ്രാദി ദേവന്മാരുടെ പ്രീതിക്ക് പാത്രമായ അർജുനൻ സഹോദരന്മാരോട് തൻ്റെ ആ കഥകൾ, 5 വർഷത്തെ ചരിത്രം അവർക്ക് പറഞ്ഞു കൊടുത്തു. കഥകൾ പറഞ്ഞുകൊണ്ട് അവർ രാത്രി അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ അന്തരീക്ഷത്തിൽ തുമുലമായ വാദ്യഘോഷങ്ങൾ കേട്ടു, മണിനാദങ്ങൾ കേട്ടു, വ്യാള പക്ഷിമൃഗാദികൾ വിചിത്രമായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു, ഗംഭീരമായ രഥഘോഷമുണ്ടായി. അപ്പോൾ അവർ കണ്ടത് ഇന്ദ്രൻ മരുത്തുക്കളോടൊപ്പം ആകാശമാർഗത്തിൽ തേരിൽ കയറി വരുന്ന ഒരു രംഗമാണ്. സൂര്യസമാനമായി വിമാനങ്ങൾ ആകാശത്തിലാകെ നിറഞ്ഞു വരുന്നതായിട്ട് കണ്ടു. ഇന്ദ്രൻ താഴെ ഇറങ്ങി പാണ്ഡവന്മാർക്ക് സമീപം വന്നു. യുധിഷ്ഠിരാദികൾ അദ്ദേഹത്തെ ദേവന്മാരെ യഥാവിധി പൂജിച്ചു.
അർജുനൻ ഒരു ഭൃത്തിനെ പോലെ, സേവകനെ പോലെ ഇന്ദ്രന്റെ അടുത്ത് ചെന്ന് വളരെ വിനീതനായിട്ട് നിൽക്കുന്നതും യുധിഷ്ഠിരനെ കാണാൻ സാധിച്ചു. ഇന്ദ്രൻ അവരെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ സ്വന്തം ഗുണം കൊണ്ടും വീര്യം കൊണ്ടും ശൗര്യം കൊണ്ടും ലോകത്തെ ഭരിക്കും, ഭൂമിയെ ഭരിക്കും, നിങ്ങൾക്ക് മംഗളമുണ്ടാകും. അർജുനൻ ദിവ്യാസ്ത്രങ്ങൾ ഞങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ എനിക്ക് പ്രിയ കാര്യം ചെയ്തു തരികയും ചെയ്തു. ഇനി മൂന്ന് ലോകങ്ങളിലും അവനെ ജയിക്കാൻ സാധിക്കുന്ന ഒരു പ്രാണിയും ഒരു ജീവിയും നിലനിൽക്കുന്ന എല്ലാവർക്കും അവനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. കൃതപ്രിയശ്ചാസ്മി ധനഞ്ജയേന ജേതുന്ന ശക്യസ്ത്രിഭിരേഷ ലോകൈഹി. മൂന്ന് ലോകത്തിലും അർജുനനെ വെല്ലാൻ ആരുമില്ല എന്ന് ഇന്ദ്രൻ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു, അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ ഇന്ദ്രനുമായിട്ടുള്ള പാണ്ഡവന്മാരുടെ ഈ സമാഗമം, അതുപോലെ നരനാരായണാശ്രമത്തിൽ അവരുടെ താമസം, ധനേശ്വരനായ വൈശ്രവണനുമായിട്ടുള്ള അവരുടെ കൂടിക്കാഴ്ച, ഈ കഥാഭാഗങ്ങൾ മഹാഭാരതത്തിലെ ഈ കഥാഖ്യാനം ആരാണോ പഠിക്കുന്നത് അവർക്ക് സൽഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു ഫലശ്രുതി അപൂർവമായിട്ട് മാത്രം മഹാഭാരതത്തിൽ കാണുന്ന ഒരു ഫലശ്രുതി ഇവിടെയുണ്ട്. ധനേശ്വര ഗൃഹസ്ഥാനം പാണ്ഡവാനാം സമാഗമം ശക്രേണ ഇതം വിദ്വാൻ അധീത സമാഹിത സംവത്സരം ബ്രഹ്മചാരി നിയത സംശിതവ്രത സ ജീവേദ്ധി നിരാബാധ സുഖി ശരദാം ശതം. ബ്രഹ്മചര്യത്തോട്, ഒരു വർഷത്തെ ബ്രഹ്മചര്യത്തോട് കൂടിയിട്ട് ആരാണോ ഈ കഥാഭാഗങ്ങൾ ശ്രദ്ധയോട് കൂടിയിട്ട് ഏകാഗ്രചിത്തനായിട്ട് പഠിക്കുന്നത് അവർക്ക് എല്ലാ തരത്തിലുമുള്ള തടസ്സങ്ങളും നീങ്ങിയിട്ട് 100 വർഷം അവർ സുഖമായി ജീവിക്കുകയും ചെയ്യും എന്നുള്ള ഫലശ്രുതി ഇവിടെ കാണാം. വേദങ്ങളുടെ ഒരു സ്വരൂപം തന്നെയാണ് മഹാഭാരതം. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഫലശ്രുതികൾ അപൂർവമായിട്ട് മഹാഭാരതത്തിൽ ഇതുപോലെ കാണാം. ഈ കാര്യം നടന്ന് ഇന്ദ്രൻ അവിടെ തിരിച്ചുപോയി. അർജുനൻ ദ്രൗപദി സമേതനായിട്ട് യുധിഷ്ഠിരനെ പൂജിക്കുകയാണ്. യുധിഷ്ഠിരൻ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് മൂർധാവിൽ ഘ്രാണിച്ചുകൊണ്ട്, അതൊരു രീതിയാണ്, തന്നെ ഇളയ ആളുകളെ അങ്ങനെയാണ് അനുഗ്രഹിക്കുക. ഹർഷഗദ്ഗതയാ ഉവാച പ്രഹൃഷ്ടോർജുനമബ്രവീത്. ഹർഷഗദ്ഗതയാ വാച പ്രഹൃഷ്ടോർജുനമബ്രവീത്. സന്തോഷത്തോടു കൂടിയിട്ടും ആ തൊണ്ടയിടറിക്കൊണ്ടും അർജുനനോട് ചോദിച്ചു, അർജുന, നീ എങ്ങനെയാണ് സ്വർഗത്തിൽ 5 വർഷം കഴിച്ചു കൂട്ടിയത്? എന്തൊക്കെ നീ അവിടെ നിന്ന് നേടി? രുദ്രൻ നിനക്ക് എന്തൊക്കെ തന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അർജുനൻ വിനീതനായിട്ട് പറയുകയാണ്, അങ്ങ് എനിക്ക് ഉപദേശിച്ച് തന്ന പ്രതിസ്മൃതി വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മഹേശ്വരനെ തപസ് ചെയ്തു. അത് ഭൃഗുതുംഗം എന്ന് പറയുന്ന തീർത്ഥത്തിലായിരുന്നു. അങ്ങനെ മഹേശ്വരൻ തപസ് ചെയ്തു. ആ സമയത്ത് ആ തപസ്സിന് മുമ്പ് അവിടെ ഒരു ബ്രാഹ്മണൻ, ദിവ്യനായ ബ്രാഹ്മണൻ വന്ന് എന്നെ പ്രശംസിക്കുകയും സംപ്രീതനായിട്ട് എൻ്റെ പൂജകൾ ഏറ്റുവാങ്ങി സന്തോഷിച്ച് എന്നോട് പറഞ്ഞു, നീ ദേവേന്ദ്രനെയും കാണും, എനിക്ക് അസ്ത്രവിദ്യകളൊക്കെ ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തീവ്രമായ തപസ്സാരംഭിച്ചു. 1-ാമത്തെ മാസം ഫലമൂലങ്ങൾ മാത്രം കഴിച്ചു. 2-ാം മാസത്തിൽ ജലപാനം മാത്രം ചെയ്തു. 3-ാം മാസത്തിൽ നിരാഹാരം അനുഷ്ഠിച്ചു. 4-ാം മാസത്തിൽ ഊർധ്വബാഹുവായിട്ട് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തപസ് ചെയ്തു. എന്നിട്ടും എൻ്റെ ശാരീരിക ശക്തി ക്ഷയിച്ചില്ല, മാനസിക ബലവും തകർന്നില്ല എന്നുള്ളത് അത്ഭുതമായിരുന്നു. 5-ാം മാസം ഞാനൊരു വരാഹത്തെ, ഒരു പന്നിയെ അമ്പയ്യാൻ വേണ്ടി വെല്ലുകുലച്ച സമയത്ത് അവിടെ ഒരു കിരാതനെ കാണാൻ സാധിച്ചു. 2 പേര് ഒരേ സമയത്ത് ആ പന്നിയെ കൊന്നു വീഴ്ത്തി. ആ കിരാതനുമായിട്ട് വാഗ്വാദമുണ്ടായി. പിന്നീട് യുദ്ധം തന്നെ നടന്നു. പക്ഷേ യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് രൂപം മാറി മാറി വന്നു. അണു ബൃഹത് കൃശസ്ഥൂലഹ. ചിലപ്പോൾ അണു പോലെ ചെറുതായി, ചിലപ്പോൾ അങ്ങേയറ്റം വലുതായി, കൃശനായി, സ്ഥൂലനായി, ഇങ്ങനെ ശരീരത്തിന് രൂപഭേദം വരുന്നുണ്ടായിരുന്നു. ശരവർഷങ്ങൾ ഞാൻ ചെയ്തു, അസ്ത്രങ്ങളെ പ്രയോഗിച്ചു. ദിവ്യാസ്ത്രങ്ങളായ സ്ഥൂണാകരണാസ്ത്രം, വാരുണം, വായുവ്യം, ശരവരശാസ്ത്രം, ശലഭാസ്ത്രം, അതുപോലെ നിരവധി അസ്ത്രങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മേലെ ചെയ്തുവെങ്കിലും അതൊക്കെ തന്നെ അദ്ദേഹം ഗ്രസിക്കുകയായിരുന്നു. അതൊന്നും കാണാനില്ലായിരുന്നു. ഒടുവിൽ ഞാൻ ബ്രഹ്മാസ്ത്രവും പ്രയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രവും അദ്ദേഹത്തിൽ ചെന്ന് അങ്ങ് ശമിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വില്ലുകൊണ്ടും ആവനാഴി കൊണ്ടും അദ്ദേഹത്തെ അടിക്കാൻ തുടങ്ങി. പിന്നീട് അതും അദ്ദേഹം ആഹരിച്ചു. മുഷ്ടിയുദ്ധം നടത്തി. ആ മുഷ്ടിയുദ്ധത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഷ്ടിപാതമേറ്റ് നിലത്ത് തളർന്ന് നിശ്ചേഷനായി വീണു. അപ്പോൾ സ്ത്രീ സഹിതനായിട്ട് ആ വേടൻ അവിടുന്ന് അപ്രത്യക്ഷനായി. പിന്നീട് ദിവ്യരൂപം ധരിച്ച് സാക്ഷാൽ പാർവതിയോടൊപ്പം എൻ്റെ മുന്നിൽ പ്രത്യക്ഷമാവുകയും ചെയ്ത് എന്നോട് തുഷ്ടോസ്മി, ഞാൻ നിന്നിൽ സന്തോഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അമരത്വം ഒഴിച്ച് മറ്റെന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ദിവ്യമായ അസ്ത്രങ്ങൾ ചോദിച്ചു. അദ്ദേഹം എനിക്ക് പാശുപതാസ്ത്രം തന്നു. ഇത് സാധാരണ മനുഷ്യർ പ്രയോഗിക്കരുത്,
ശത്രുവിൻ്റെ അസ്ത്രത്തെ പ്രതിഘാതം ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഉപദേശിച്ചു. അല്പതേജസ്സുകളിൽ ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിന് നാശമുണ്ടാക്കുമെന്ന് പറഞ്ഞു. സുരദാനവ രാക്ഷസാദികളിൽ മാത്രമേ ഇത് പ്രയോഗിക്കാവൂ. അവർക്ക് ഇത് ദുഷ്പ്രസഹവും ദുരാസദവുമാണ്. അവർക്കിതിനെ സഹിക്കാൻ പറ്റില്ല, അവർക്ക് ഇതിനെ തടയാനും പറ്റുകയില്ല. അങ്ങനെയുള്ള അസ്ത്രമാണ് നിനക്കിത് യുദ്ധത്തിൽ പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ് തന്നു. അദ്ദേഹം അന്തർധാനം ചെയ്തു. ഞാൻ അവിടെ തന്നെ വസിച്ചു. പിറ്റേന്ന് രാവിലെ ആദ്യം കണ്ട ബ്രാഹ്മണൻ വീണ്ടും വന്നു, എന്നെ അനുഗ്രഹിച്ചു, ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു, നിനക്ക് മാത്രമേ ശിവനെ കാണാൻ സാധിക്കുകയുള്ളൂ, മറ്റു ദേവന്മാരും ഇനി മുതൽ നിന്നെ അനുഗ്രഹിച്ചു കൊള്ളും എന്ന് പറഞ്ഞ് അദ്ദേഹം മറയുകയും അന്ന് വൈകുന്നേരം ദിവ്യമായ പുഷ്പങ്ങൾ ചുറ്റുപാടും പൂത്ത് വരികയും സുഗന്ധമുണ്ടാവുകയും ആകാശത്ത് നിന്ന് രഥമാർഗത്തിൽ ഇന്ദ്രനും ദേവന്മാരും വരികയും ചെയ്തു. എല്ലാവരെയും ഞാൻ വണങ്ങി. ഓരോരുത്തരും അവരവരുടെ അസ്ത്രങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ ഓരോരുത്തരും എനിക്കത് ഉപദേശിച്ചു തന്നു. ഞാനത് പഠിച്ചു. ഇന്ദ്രൻ എന്നോട് പറഞ്ഞു, ഞാൻ ഇനി ചെന്നിട്ട് മാതലിയെ അയക്കും, നിനക്ക് സ്വർഗത്തിൽ വരാം, സ്വർഗത്തിൽ നിന്ന് വരണം എന്ന് പറഞ്ഞ് അദ്ദേഹവും അന്തർധാനം ചെയ്തു. പിന്നീട് മാതലി എന്നെ കൂട്ടാൻ വേണ്ടി ഒന്ന് രഥത്തിൽ വന്നു. ദിവ്യമായ രഥത്തിൽ ഞാൻ കയറിയിരുന്നു. രഥം പുറപ്പെട്ടപ്പോൾ മാതലിക്ക് ആശ്ചര്യമുണ്ടായി. കാരണം അദ്ദേഹം പറഞ്ഞു, ഈ ദിവ്യരഥത്തിൽ കയറി ഞാൻ ഈ കുതിരകളെ പൂട്ടി കുതിരകൾ ചലിക്കാൻ തുടങ്ങുമ്പോൾ നീ ഇളകാതെ ഇരുന്നു, അത് അത്ഭുതകരമായിരിക്കുന്നു. ഇന്ദ്രൻ പോലും ആദ്യം ആ കുതിരകളൊന്ന് പായുന്ന സമയത്തുണ്ടാകുന്ന ആക്കത്തിൽ ഒന്ന് ഇളകാറുണ്ട്, നിനക്ക് ഇളക്കമുണ്ടായില്ല, അത് അത്ഭുതമായിരിക്കുന്നു നിന്റെ ഈ ശക്തി എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കൂട്ടി സ്വർഗത്തിൽ പോയി. അവിടെ ദേവന്മാര്, ഗന്ധർവന്മാര്, അപ്സരസ്സുകൾ, ഇവരുടെയൊക്കെ ലോകങ്ങൾ കണ്ടു. ശോകവും ദൈന്യവും ഗ്ലാനിയും ജരയും ഇല്ലാത്ത ആളുകളായിരുന്നു അവിടെ വസിച്ചിരുന്നത്. നിത്യദുഷ്ടാശ്ചതേ രാജൻ പ്രാണിനസുരവേഷ്മി നിത്യ പുഷ്പഫലാന്യത്ര പാദപാഹ ഹരിതച്ഛതാഹ, എന്നും പൂത്ത് കാഴ്ച നിൽക്കുന്നതായ വൃക്ഷങ്ങളും അതുപോലെ എന്നും സന്തോഷിക്കുന്നവരായ ആളുകൾ, ഗ്ലാനിയില്ല, ജരാനരകളില്ല, രോഗങ്ങളില്ല, ദൈന്യമില്ല, ശോകമില്ല, അങ്ങനെയുള്ള സ്വർഗരാജ്യം ഞാൻ കണ്ടു. വിശ്വാവസുവിന്റെ പുത്രനായ ചിത്രസേനനുമായിട്ട് ഞാൻ സഖ്യമുണ്ടാക്കി. അദ്ദേഹം എന്നെ ഗാന്ധർവ വിദ്യ, സംഗീതാദി കലകളിൽ എന്നെ പ്രവീണനാക്കി. അങ്ങനെ ഞാൻ കൃതാസ്ത്രനും വിശ്വസ്തനുമായി മാറിയപ്പോൾ ഇന്ദ്രൻ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഇനി മുതൽ അജയ്യനായിരിക്കും. നീ ദിവ്യാസ്ത്രങ്ങളുടെ 5 തരം കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു, 5 വിദ്യകൾ നീ പഠിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ്? പ്രയോഗം, ഉപസംഹാരം, ആവൃത്തി, പ്രായശ്ചിത്തം, പ്രതിഘാതം. പ്രയോഗം എന്ന് വെച്ചാൽ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുക, ഉപസംഹാരം എന്ന് വെച്ചാൽ അവയെ സംഹരിക്കുക, എന്താണ് തിരിച്ചെടുക്കുക എന്നുള്ളത്. ആവൃത്തി എന്ന് പറയുന്നതിനെ ഒന്നിൻ്റെ മേലെ മറ്റൊന്ന് പ്രയോഗിക്കുക എന്നുള്ളത്. മറ്റൊന്ന് പ്രായശ്ചിത്തമാണ്. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭൂതഹിംസ, ഭൂതഹത്യ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പാപങ്ങളില്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രായശ്ചിത്തം ആണ്. പ്രതിഘാതം എന്ന് പറയുന്നത് തൻ്റെ നേരെ മറ്റൊരാൾ ദിവ്യാസ്ത്രം പ്രയോഗിച്ചാൽ അതിന് പ്രത്യസ്ത്രം എന്താണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ള അറിവാണ്. ഈ 5 തരത്തിലുള്ള അറിവ് നീ നേടിയിരിക്കുന്നു. ഇനി നീ എനിക്ക് വേണ്ടി ഒരു വലിയ ദൗത്യം അനുഷ്ഠിക്കേണ്ടതുണ്ട്. അതിന് നീ പ്രതിജ്ഞ ചെയ്യണം. ദേവന്മാർ ഒരു കാര്യവുമില്ലാതെ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കില്ല. അർജുനൻ ഇത്രയും ദിവ്യാസ്ത്രങ്ങൾ കൊടുത്തതിന് ഒരു പ്രതിഫലം ഇന്ദ്രൻ വാങ്ങുകയാണ്. എന്താണ് പ്രതിഫലം? നിവാത കവചന്മാർ എന്ന് പറയുന്ന എൻ്റെ ശത്രുക്കൾ, അവർ സമുദ്രകുക്ഷിയിലാണ് വസിക്കുന്നത്, സമുദ്രമധ്യത്തിലാണ് വസിക്കുന്നത്. വലിയ കോട്ട, ദുർഗം ഉണ്ട്. അതിനകത്ത് അവർ 3 കോടിയാണ് അവരുടെ സംഖ്യ എന്ന് കണക്കാക്കിയിരിക്കുന്നു. അവരൊക്കെ തന്നെ ഈ 3 കോടി നിവാത കവചന്മാര് തുല്യ രൂപബലപ്രഭാഹ, ഒരേപോലെ രൂപവും ഒരേപോലെ ശക്തിയും ചൈതന്യവും ഉള്ള ആളുകളാണ്. അവരെ നീ വധിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് വലിയ നേട്ടമാണ്, എനിക്കും വലിയ നേട്ടമാണ്, നിനക്കും വലിയ നേട്ടമായിരിക്കും എന്ന് പറഞ്ഞ് യുദ്ധത്തിന് വേണ്ടി എന്നെ പറഞ്ഞയച്ചു. മാതലിയെ തേര് ഒരുക്കി, ദിവ്യമായ കുതിരകളെ ഒരുക്കി, എനിക്കൊരു ദിവ്യ കിരീടം ഇന്ദ്രൻ തന്നെ എൻ്റെ തലയിൽ വച്ചു തന്നു. അഭേദ്യമായ ദിവ്യ കവചവും ദിവ്യാഭരണങ്ങളും എനിക്ക് തരികയും ചെയ്തു. എന്നിട്ടോ എൻ്റെ വില്ലിൽ ഞാൻ ഗാഡ്യപത്തിൽ കെട്ടാനുള്ള ഞാണ് അജരാജ്യ എന്നാണ്. ഒരിക്കലും അത് ദ്രവിച്ചു പോവുകയില്ല. അങ്ങനെയുള്ള ദിവ്യമായ ഞാണ് അത് എനിക്ക് ഗാണ്ഡീവത്തിൽ ബന്ധിക്കാൻ വേണ്ടി തന്നു. അതൊക്കെ അണിഞ്ഞുകൊണ്ട് ഞാൻ രഥത്തിൽ കയറി. രഥഘോഷം കേട്ട്, രഥം പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രഥഘോഷം കേട്ട് ദേവന്മാരൊക്കെ തന്നെ ഇന്ദ്രൻ തന്നെ എങ്ങോട്ടോ പുറപ്പെടുമെന്ന് കരുതിയിട്ട് ഓടി വന്നപ്പോൾ കണ്ടത് എന്നെയാണ്. അവർ തൊഴുതിട്ട് ചോദിച്ചു, അങ്ങ് എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, നിവാത കവചന്മാരെ വധിക്കാൻ ഞാൻ പുറപ്പെടുകയാണ്, നിങ്ങളൊക്കെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ ഇന്ദ്രൻ എന്നതുപോലെ സ്തുതിച്ചു. ഈ ദിവ്യമായ രഥം ഇന്ദ്രൻ നരകനെയും പ്രഹ്ലാദനെയും ശംബരാസുരനെയും നമുജിയെയും
അതുപോലെ ബലൻ, വൃത്രൻ, മഹാബലി മുതലായ ആളുകളെ ജയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച രഥമാണ്. അതുകൊണ്ട് നിനക്കും ഈ രഥത്തിൽ ഇരുന്നു കൊണ്ട് നിവാതകവചന്മാരെ ജയിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അവർ എനിക്ക് ദിവ്യമായ ഒരു ശംഖ് തന്നു. ആ ശംഖം ദേവദത്തം എന്ന ഈ ശംഖമാണ്. അത് ജലത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ആ ശംഖവും എടുത്തുകൊണ്ട് ഞാൻ പുറപ്പെടുമ്പോൾ ആകാശമാർഗത്തിൽ ഋഷിമാരും എന്നെ സ്തുതിക്കുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചു. അങ്ങനെ ആ ദിവ്യമായ രഥത്തിൽ ആകാശമാർഗത്തിൽ സഞ്ചരിച്ച് ഞാൻ സമുദ്രത്തിന് മുകളിൽ ചെന്നു. മഹാസമുദ്രം കണ്ടു. ഊർമിമാലകൾ, തരംഗമാലകൾ കൊണ്ട് ശോഭിക്കുന്നതായ അതിബൃഹത്തായ വിശാലമായ സമുദ്രത്തിന്റെ മധ്യത്തിൽ തിമിംഗലങ്ങളും കച്ചവങ്ങളും മകര മത്സ്യങ്ങളും ശംഖങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന അനേകായിരം തോണികളും കപ്പലുകളും അങ്ങനെ വട്ടമിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ധാരാളം ജലയാനങ്ങൾ അതിലിങ്ങനെ കളിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെയുള്ള ആ സമുദ്രമധ്യത്തിൽ ദൈത്യപുരി കണ്ടു. ദൈത്യപുരി, അത് ജ്വലിക്കുന്നതായ ദൈത്യപുരി, അസുരന്മാരുടെ നഗരി കണ്ടു. അവിടത്തേക്ക് മാതിരി തൻ്റെ തേര് സമർത്ഥമായിട്ട് അദ്ദേഹം താഴോട്ട് ഇറക്കി. രഥഘോഷം കേട്ട് ഞാൻ ഇന്ദ്രനാണ് എന്ന് ധരിച്ചിട്ട് അവർ പലതരത്തിൽ ആയുധങ്ങളുമായിട്ട് ആ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് അണിനിരന്നു. ചാപധരന്മാരായിട്ട് നിരന്നു. നഗരദ്വാരങ്ങളൊക്കെ അവർ അടച്ച് സുരക്ഷിതമായി അവർ ഭയചകിതരായി എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉറക്കെ ദേവദത്തം എന്ന ശംഖം ഊതിക്കൊണ്ട് ശംഖനാദം ചെയ്ത് യുദ്ധത്തിൻ്റെ ആ പോർവിളി മുഴക്കി. പ്രപഞ്ചമാകാതെ കെട്ടി വിറച്ചു. അസുരന്മാര് മുസലം, പട്ടിശം, ഇരുമ്പ് കൊണ്ടുള്ള ശൂലം, ഗദ, കരവാളം, രഥചക്രം മുതലായ ആയുധങ്ങളുമായിട്ട്, അതുപോലെ യന്ത്രസാമഗ്രികളായ ശതഘ്നി, ഭുഷുണ്ടി മുതലായിട്ട് ആയുധങ്ങളുമായിട്ട് ആയിരക്കണക്കിന് അസുരന്മാര് എൻ്റെ നേരെ ചാടി വീണു. ചുറ്റുപാടും വന്ന് വളഞ്ഞു. എൻ്റെ രഥം അസ്ത്രങ്ങളെ കൊണ്ട് മൂടി. അതിഘോരമായ ആ യുദ്ധം ഞാൻ അവിടെ ചെയ്തു. മാതിരി പോലും എൻ്റെ യുദ്ധസാമർഥ്യം കണ്ട് അമ്പരന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ആ യുദ്ധത്തിൽ അർജുനൻ ചെയ്യുന്ന ഈ യുദ്ധത്തിൽ എന്താണ് ആ യുദ്ധത്തിന്റെ അവസാനം, എന്ത് സംഭവിക്കും, അർജുനൻ എങ്ങനെയാണ് ഇവരെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് തുടർന്ന് കാണാം.